ദൈവത്തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തനാമത്തെ സ്നേഹവന്ദനം അറിയിക്കുന്നു. 2 ശമൂവേൽ 13-ാം അധ്യായമാണ് നമ്മളിന്ന് വായിക്കുന്നത്. 13-ാം അധ്യായത്തിൽ ദാവീദിൻ്റെ മകൻ അബ്നോന് തൻ്റെ അർദ്ധ സഹോദരിയായിരിക്കുന്ന താമാറിലുണ്ടായ ഒരു പ്രേമത്തെക്കുറിച്ചാണ് നമ്മൾ വായിക്കുന്നത്. അക്കാലങ്ങളിൽ അർദ്ധ സഹോദരിമാരെ വിവാഹം കഴിക്കുന്ന രീതികൾ വരെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലെ നിയമപ്രകാരം അതിന് തെറ്റില്ല. അവനവളോട് പ്രേമമുണ്ടായി, അത് കഴിഞ്ഞ് അവളെ സ്വന്തമാക്കുവാൻ ആഗ്രഹിച്ചു. സാധാരണഗതിയിൽ അവൾ അതിന് അനുവദിക്കണമെന്നില്ല. അതിനൊരു തന്ത്രം അദ്ദേഹം ഇവിടെ ഉപയോഗിക്കുന്നു. രോഗിയായിട്ട് നടിക്കുന്നു. രോഗിയായി കിടന്നിട്ട് തൻ്റെ അവസാനത്തെ ആഗ്രഹം പോലെ താമാർ എനിക്ക് ഭക്ഷണമുണ്ടാക്കി തരണമെന്ന് ദാവീദിനോടും കൂടെയുള്ളവരോടും പറയുന്നു. ദാവീദ് അത് അനുവദിക്കുന്നു. അങ്ങനെ അവൾ ഭക്ഷണവുമായി അകത്ത് ചെല്ലുമ്പോൾ അവളെ ബലാത്സംഗം ചെയ്യുകയാണ്. താമാർ അവിടെ പറയുന്നുണ്ട്, നീ ദാവീദിനോട് പറഞ്ഞ് നീ എന്നെ വിവാഹം കഴിക്കുക. വിവാഹം കഴിച്ച ശേഷം നിൻ്റെ ഭാര്യയായി നീ ഞാനുമായി ബന്ധപ്പെടുന്നതിന് എനിക്ക് തടസ്സമില്ല. ഇപ്പോൾ നീ എന്നെ ബലാത്സംഗം ചെയ്യരുതെന്നവൾ പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. അവൻ അപ്രകാരം അവിടെ പ്രവർത്തിക്കുന്നതായി നമ്മൾ ഇവിടെ കാണുകയാണ്. അതിൻ്റെ 15-ാം വാക്യം വരുമ്പോൾ നമ്മൾ വായിക്കുന്നത്, ആ ബന്ധം കഴിഞ്ഞപ്പോൾ അവൻ മുമ്പുണ്ടായിരുന്നതിനെ സ്നേഹിച്ചതിനേക്കാൾ കൂടുതൽ അവളെ വെറുത്തു എന്നാണ്. എന്താണ് അങ്ങനെ വെറുപ്പുണ്ടാകാൻ കാരണം? അവനിലുണ്ടായിരുന്നത് വാസ്തവത്തിൽ പ്രേമമല്ല, കാമമാണ്. കാമം എന്ന് പറയുന്നത് ലൈംഗിക വികാരപരമായ ഒരു സ്നേഹം മാത്രമാണ്. ഗ്രീക്ക് ഭാഷയിൽ ഇറോസ് എന്ന വാക്കാണ് അതിന് ഉപയോഗിക്കുക. ഗ്രീക്കിലെ കാമദേവൻ്റെ പേരാണ് ഇറോസ്, EROS എന്ന് പറയുന്നത്. ലൈംഗിക വികാരപരമായ സ്നേഹമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ കൂടുതലായും ഇത് നടക്കുന്നത്. ഇത് യുവതീ യുവാക്കൾ ചെറുപ്പക്കാർ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും സ്ത്രീകളാണ് ഇങ്ങനെയുള്ള ചതിയിൽ ചെന്നപ്പെടുക. കാമത്തെ പ്രേമമായി നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. അത് രണ്ടും വ്യത്യസ്തമാണ്. പ്രേമം ഒരിക്കലും താൻ ആരെ പ്രേമിക്കുന്നതോ ആളിനെ വേദനിപ്പിക്കുന്നതോ അപമാനപ്പെടുത്തുന്നതോ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതോ അല്ല. ആ ആളിനു വേണ്ടി എല്ലാ ത്യാഗവും സഹിക്കാൻ തയ്യാറാകുന്നതാണ്. കാമം എന്ന് പറയുന്നത് സ്വാർത്ഥപരമായ ഒരു സ്നേഹമാണ്. നമുക്കിവിടെ മനസ്സിലാക്കേണ്ടത് മാനുഷിക സ്നേഹവും ദൈവിക സ്നേഹവും തമ്മിലുള്ള വ്യത്യാസമാണ്. മാനുഷിക സ്നേഹം എപ്പോഴും സ്വാർത്ഥ ലാഭം നോക്കുന്നതാണ്. എന്നാൽ ദൈവികമായ സ്നേഹം എപ്പോഴും മറ്റുള്ളവരുടെ നന്മയെ പ്രതീക്ഷിക്കുന്നതാണ്. കർത്താവ് നമ്മളോട് പറഞ്ഞതായ സ്നേഹം, കർത്താവ് നമ്മെ സ്നേഹിച്ച സ്നേഹം ഇതൊരിക്കലും സ്വാർത്ഥപരമല്ല. തന്നെ നമുക്ക് നൽകുന്ന, മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ നന്മയെ പ്രതീക്ഷിക്കുന്ന ആത്യന്തികമായ ഒരു സ്നേഹമാണ്. അതിനാണ് അഗാപ്പെ എന്ന വാക്ക് ഉപയോഗിക്കുക, ദൈവികമായ സ്നേഹം. അത് സഹിക്കുന്ന സ്നേഹമാണ്. സാക്രിഫിഷ്യൽ ലവ് എന്നും അൺഎൻഡിങ് ഗിവിങ് ലവ് എന്നും പറയും. നിർത്താതെ കൊടുക്കുന്ന സ്നേഹമാണ്. ബന്ധം കഴിഞ്ഞാൽ ഉടനെ ഉപേക്ഷിക്കുന്നതല്ല, എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ദാവീദ് ഈ വിവരം അറിഞ്ഞെങ്കിലും ദാവീദ് അമ്നോനെ ഇവിടെ ശാസിക്കുകയോ ശകാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കാരണം ചെയ്യാനുള്ള ധാർമ്മികമായ അവകാശം അദ്ദേഹത്തിനില്ല. അദ്ദേഹം ഇത് തെറ്റ് തന്നെയാണല്ലോ ബേർശേബയോട് ചെയ്തത്. അപ്പോൾ താൻ ചെയ്ത് തന്നെ അതേ തെറ്റ് തൻ്റെ മകൻ ചെയ്യുമ്പോൾ എങ്ങനെ ശാസിക്കാൻ പറ്റും? ദാവീദിന് ബേർശേബയോടുണ്ടായിരുന്നത് കാമത്തേക്കാൾ ഉപരി പ്രേമമുണ്ടായി. പിന്നീട് സ്വന്തം ഭാര്യയായി അവളെ സ്വീകരിക്കുകയും അവളിലൂടെ മറ്റു മക്കൾ ജനിക്കുകയും ചെയ്ത് നമ്മൾ കാണുന്നു.
പക്ഷേ തൻ്റെ മകന് ഉണ്ടായിരുന്നത് വെറും കാമപരമായ സ്നേഹം മാത്രമാണ്. ദാവീദിനൊരിക്കലും അവനെ ശാസിക്കാനോ ഉപദേശിക്കാനോ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് അദ്ദേഹം അവിടെ എത്തുകയാണ്. ദാവീദ് 2 തെറ്റുകളാണ് ചെയ്തത്. 1 വ്യഭിചാരവും 2 കൊലപാതകവുമാണ്. അവളെ വിവാഹം കഴിക്കാതെ കൊണ്ട് ബേർശേബയെ വിവാഹം കഴിച്ചിട്ട് അദ്ദേഹം ചെയ്തിരുന്നെങ്കിൽ കുറ്റപ്പെടുത്തില്ലായിരുന്നു. അതും ബലാത്സംഗം ചെയ്തതുപോലെ വ്യഭിചാരം ചെയ്തതിന് ഇത് തുല്യമാണത്. 2, ആ തെറ്റ് മറയ്ക്കാൻ വേണ്ടി അവളുടെ ഭർത്താവിനെ ഹീനമായ രീതിയിൽ കൊലപാതകം ചെയ്യുകയും ചെയ്തു. അവനെ കൊല്ലിച്ചു. 2 വലിയ തെറ്റ് ചെയ്തിരിക്കെ അവനെങ്ങനെ തൻ്റെ മകനെ ഈ കാര്യത്തിൽ ശകാരിക്കാൻ പറ്റും? അതുകൊണ്ടാണ് ദാവീദ് അവനെ ഉപദേശിക്കുകയോ ശകാരിക്കുകയോ ഒന്നും ചെയ്യുന്നതായി നമ്മളിവിടെ വായിക്കുന്നില്ല. 23 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഈ താമാറിൻ്റെ സഹോദരൻ അബ്ശലോം പിന്നീട് ഈ അമ്നോനോട് പ്രതികാരം ചെയ്യുന്നതായി നമ്മൾ കാണുന്നുണ്ട്. സ്നേഹരൂപത്തിൽ ആടുകളെ രോമം കത്തിരിക്കുന്ന സ്ഥലത്ത് അവനെയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് അവനെ കൊന്നുകളയുകയാണ്. കാരണം തൻ്റെ സഹോദരി താമാറിനെ അവൻ അപമാനപ്പെടുത്തി എന്നുള്ളതാണ്. എങ്ങനെയാണ് അവൻ തൻ്റെ സഹോദരിയെ സ്നേഹപൂർവ്വം വിളിച്ച് അവളുടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി അവളെ ബലാത്സംഗം ചെയ്തു. അതുപോലെ തന്നെ അബ്ശലോം അവനെ സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ട് പോയിട്ട് അവനെ വധിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ദാവീദ് ചെയ്തത് തന്നെ. ദാവീദ് ഇവിടെ അങ്ങനെയുള്ള അവനെ സ്നേഹപൂർവ്വം വിളിച്ചുകൊണ്ടാണ് ഊരിയാവിനോട് പറഞ്ഞത്, നീ അവിടെ നിന്ന് വന്ന് എൻ്റെ ഭാര്യയോടെ താമസിക്കണം. കാരണം ആ കുട്ടിയുടെ ഉത്തരവാദിത്വം അവൻ്റെ മേൽ വയ്ക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം അവനെ വീണ്ടും യുദ്ധക്കളത്തിലേക്ക് അയക്കുകയാണ്. അങ്ങനെ അവനെ അതേ രീതിയിൽ തന്നെ അബ്ശലോം ഇപ്പോൾ അമ്നോനെ ഇവിടെ വധിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട്. ദാവീദ് വിധിച്ച് തന്നെ തൻ്റെ ഭവനത്തിൽ ദാവീദ് ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറഞ്ഞ്, നിങ്ങൾ വിധിക്കുന്നത് തന്നെ നിങ്ങൾ കൊയ്യുമെന്ന്. ദൈവത്തിൻ്റെ ന്യായവിധി ഉടനെ സംഭവിച്ചില്ലെങ്കിലും അത് എപ്പോൾ സംഭവിച്ചാലും അതിന് വളരെ കൃത്യതയുണ്ട് എന്ന കാര്യം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഈ അമ്നോൻ മരിച്ചു പറഞ്ഞ് ദാവീദ് വളരെയേറെ വിലപിക്കുന്നു. അവനോടുള്ള ആ വിലാപകാലം കഴിഞ്ഞപ്പോൾ അബ്ശലോമിനെ കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കാരണം അതെല്ലാം ദാവീദിൻ്റെ മക്കളാണല്ലോ. പിതാവിൻ്റെ അടുത്ത് വരാനുള്ള ഭയം കൊണ്ട് അബ്ശലോം അമ്നോനെ വധിച്ചതിന് ശേഷം മാറി താമസിക്കുകയാണ്, അല്ലെങ്കിൽ പിതാവിൽ നിന്ന് ഒളിച്ചു പാർക്കുകയാണ്. പ്രിയമുള്ളവരെ, ദാവീദിൻ്റെ ജീവിതത്തിലെ ഈ അനുഭവങ്ങൾ അത് നമ്മുടെ ജീവിതവുമായി നമ്മൾ താരതമ്യം ചെയ്യുകയും ദാവീദിൻ്റെ ജീവിതത്തിൽ പറ്റിയതായ തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കാതെ സൂക്ഷിക്കുകയും ദാവീദിൻ്റെ ജീവിതത്തിലെ നന്മകൾ, ദൈവത്തോടുള്ള ബന്ധം, പ്രാർത്ഥന, ആ സമർപ്പണമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കുവാനും നമുക്ക് ശ്രമിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, അതിന് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്ന് ഈ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ.